അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാം ഉള്ളത് വലിയ ധൈര്യത്തിൽ ദിക്റിന്റെ മജ്‌ലിസായിട്ട് ലോകത്ത് ദിക്റിനേക്കാൾ വലിയത് ഒന്നുമില്ല. ദിക്റ് ചെല്ലത് പോകട്ടെ, ദിക്റ് ചെല്ലത് പോകട്ടെ. ദിക്റിന്റെ ബഹുമാനം മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള മഹാനായ ഞാൻ ബഗ്ദാദിൽ പോയപ്പോ അവിടെ ഒരു മഹാന്റെ സിയാറത്ത് പോയ മഹാനായ ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹു. ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾ ആ ചരിത്രം പഠിച്ചിട്ടിക്കുക. മദ്രസയിൽ പോയ എല്ലാവർക്കും അതിന്റെ വിഷയം കൊണ്ടു. ഈ ബിശ്റുൽ ആഫി ഞാൻ ചെല്ലത് ദിക്റ് ചെല്ലതല്ല, ചെന്നോണ്ട വിഷയം പിന്നെ എന്തിനെ നിങ്ങൾ ആലോചനാക്കിയാൽ മതിയോ? ദിക്റ് ചെന്നോണ്ടത് പരിസ്ഥിതി എന്തിനായിട്ട് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയാൽ മതിയോ? ദിക്റ് ബഹുമാനിച്ചതിന്റെ ഒരു പ്രതിഫലം ഞാൻ ചെന്നോണ്ടുള്ളത്. മഹാനായ ബിശ്റുൽ ആഫി തങ്ങള് വലിയൊരു ആലിമോ പണ്ഡിതനൊന്നും അല്ല. അയാൾ പണ്ട് കാലത്ത് വലിയ ചെമ്മ കള്ള് ഷാപ്പിടെ ഒരു ധനിയായി, വലിയ ഒബിചാരിശാലയുടെ ലീഡറായിട്ട് ആറ് മഹാനായ ബിശ്റുൽ ആഫി തങ്ങള്. ഈ മഹാന്റെ മഖാമ് സിയാറത്ത് കാക്കുകയായിട്ടിരിക്കുന്നതാണ് പോയത്. ആ മഹാൻ അവസാനം അള്ളാഹു കൊടുത്ത സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണോ? എന്തിനായിട്ടിക്കട് മഹാനായ ബിശ്റുൽ ആഫി തങ്ങള് ഒട്ടകത്തിൽ സഞ്ചരിക്കുമ്പോ ഒരു കടലാസ് ചേറിൽ പോന്നിട്ട് കണ്ടെത്തി. ആ കടലാസ് എടുത്തു നോക്കുമ്പോ ആ കടലാസിലുള്ളത് അല്ലാഹ് യജമാനനായ റബ്ബുടെ പേര് ജലാലിയത്തിന്റെ ഇസ്മു ആ കടലാസിൽ കണ്ടെത്തി. ഇന്ന് ഞങ്ങളെ ജലാലിയ റാത്തീബുൽ ചെമ്മ ദിക്റേ ഉള്ളത് അല്ലാഹ് ചേർത്തിട്ടായിരിക്കും. ഞങ്ങൾ ഇപ്പൊ ജലാലിയ ദിക്റ് ചൊല്ലുമ്പോൾ കണക്കൂട്ടിയിരിക്കും. എല്ലാ ദിക്റിയുടെ ഒരു ഭാഗമായിട്ടിരിക്കും അല്ലാഹ്. ആ അല്ലാഹ് എന്നുള്ള ഒരു ഇസ്മിടെ എഴുതിയത് മഹാനായ ബിശ്റ്. എങ്ങനത്തെ മഹാന്? വലിയ വലിയ കള്ള് ഷാപ്പിടെ ലീഡർ, ഒരുപാട് തമ്മാടിത്തരം ചെയ്ത ഒരു വ്യക്തി ഈ കടലാസ് അങ്ങ് കണ്ടപ്പോ മഹാനായ ബിശ്റുൽ ആഫി തങ്ങള് ഈ കടലാസിനങ്ങ് ചുംബിക്കുകയാണ്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് പോലും ദിക്റ് ചൊല്ലാൻ നമ്മൾ സമയം ഒരുക്കില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. മഹാനായ ബിശ്റുൽ ആഫി തങ്ങള് ഈ കടലാസിൽ അല്ലാഹ് എന്ന പേര് ചളിയിൽ കിടക്കുന്നത് കണ്ടപ്പോ അതിനെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാണ്. മാനവർകൾ ആ കടലാസിനെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അകതാ സുഗന്ധങ്ങളൊക്കെ പുരട്ടി വലിയ ബഹുമാനമുള്ള ഒരു സ്ഥലത്ത് മഹാനവർകൾ അതിനെ സൂക്ഷിക്കുന്നു. അന്നാണ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ആഫി തങ്ങൾക്ക് സ്വപ്നം കാണുന്നത്. ഒരാളെ വിളിച്ചു പറയുന്നത്, യാ ബിശ്റുൽ ആഫി തങ്ങളെ, എന്റെ പേരിനെ എങ്ങനെയാണ് നിങ്ങൾ ബഹുമാനിച്ചത്? എന്റെ പേരിനെ എങ്ങനെയാണ് നിങ്ങൾ ആദരിച്ചത്? അതുപോലെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു, നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. ഉമ്മമാരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ഒന്ന് പ്രഭാത സമയത്തെടിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ നമുക്കൊരു ജോലിയില്ല, തിരക്കുള്ളവരില്ല, ഏത് കമ്പനിയും അപ്പ തുടങ്ങുന്നില്ല, ഏത് തോട്ടത്തിലും ജോലി സ്റ്റാർട്ടാകുന്നില്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ ഒന്ന് ഉറങ്ങുന്നതിനേക്കാൾ ഹൈറ് ഉമ്മാ പെങ്ങളെ, എന്റെ യുവാക്കളെ, ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഒരു 100 സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, ഒരു 100 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെ അടങ്ങുന്ന പല ദിക്റുകളുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ മോനെ, നിന്നെക്കാൾ ബഹുമാനമുള്ളവൻ ആരുമില്ല. കാരണം എന്റെ ഒരു പേരിനെ ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹ് പ്രഖ്യാപിക്കുന്നത് കണ്ടില്ലേ? എന്റെ പേരിനെ ബഹുമാനിച്ചത് കൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ ഈ സദസ്സിൽ എത്ര വലിയ തെറ്റ് ചെയ്തവനുണ്ടെങ്കിലും
ടെൻഷൻ ആവണ്ടോ, ഞാൻ അത് ചെയ്തു പോയി, ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി, ഞാൻ അങ്ങനെയായി പോയി. മോനെ, വലിയ തമ്മാടിയായ ബിശ്റുൽ ആഫി തങ്ങളെ ഉയർത്തിയത് ദിക്ർ ചൊല്ലിയതുകൊണ്ടല്ലോ. ആ ദിക്ർ എഴുതിയ കടലാസിനെ ബഹുമാനിച്ചത് കൊണ്ടാണെങ്കിൽ അല്ലാഹ് നമുക്ക് മാപ്പ് തരും കേട്ടോ. ആ മഹാനവറുകളെ ഏതുവരെ ബഹുമാനിച്ചു മുഅ്മിനീങ്ങളെ. ഇന്നും ബഗ്ദാദിൽ പോയാൽ ആയിരക്കണക്കിൽ ആൾക്കാർ ആ മഹാന്റെ സിയാറത്തിന് വരുന്നുണ്ട്, സങ്കടം വന്ന് പറയുന്നുണ്ട്. പോരാ, മഹാന്റെ ദർബാറിൽ ഒരു പ്രത്യേകത എന്താണറിയോ? വലിയ വലിയ മഹാന്മാര് വന്ന് തൗബ ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. കാരണം മഹാനവർക്ക് അല്ലാഹ് തൗബ കൊടുത്തത് ഒരു പേരിനെ ബഹുമാനിച്ചത് കൊണ്ടല്ലേ. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അങ്ങനെ മഹാനായ ബിശ്റുൽ ആഫിന്റെ സ്ഥാനം എത്രയാണറിയോ? മഹാന്മാരെ പറ്റി, മഹാനവറുകളെ പറ്റി പറഞ്ഞത് കണ്ടില്ലേ? ജീവിതത്തിൽ ചെറുപ്പ് ധരിക്കലില്ല. നീണ്ട വിഷയമാണ്. മഹാനായ ബിശ്റുൽ ആഫി തങ്ങൾ മരണം വരെ ചെറുപ്പ് ധരിച്ചിട്ടില്ല. അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. മഹാനവറുകൾ മരണം വരെ ചെറുപ്പ് ധരിക്കലില്ല. പക്ഷേ ചെരുപ്പ് ധരിക്കാത്ത കാരണം കൊണ്ട് ആട്, മാട്, ഒട്ടകങ്ങൾ, മൃഗങ്ങളതാ മഹാനവറുകൾ നടന്നു വരുന്ന സ്ഥലമുണ്ടോ അവിടെ കാഷ്ടിക്കലില്ല, അവിടെ മൂത്രിക്കലില്ല. ഏതുവരെയാണറിയോ? അവിടെയുള്ള ജനങ്ങള്, നാടന്മാര് ബിശ്റുൽ ആഫി തങ്ങള് ജീവിക്കുന്ന കാലത്ത് റോഡ് സൈഡ് ഒരു മൃഗത്തിന്റെ കാഷ്ടം കാണാനില്ല, മൂത്രങ്ങള് കാണാനില്ല. എന്ത് കാരണമറിയോ? ഇവിടെ വലിയ ഒരു മഹാൻ, അല്ലാഹു ബഹുമാനിച്ച ഒരു മഹാൻ ഇവിടെ ചെറുപ്പിടാതെ നടക്കുന്നുണ്ട്. ഞങ്ങളെ കാഷ്ടിച്ചാൽ ചിലപ്പോ അവിടത്തെ കാളിലേക്ക് കാഷ്ടമായി പോകും, ഞങ്ങളെ മൂത്രിച്ചാൽ നമ്മളെ മൂത്രം അവിടത്തെ കാളിലേക്കായി പോകും എന്ന നിലക്ക് മൃഗങ്ങൾ പോലും അവിടെ നിന്ന് കീഴ്പ്പെടുത്തി കൊടുത്ത മഹാനാണ് ബിശ്റുൽ ആഫി തങ്ങൾ. അവസാനം ഏതുവരെയാണറിയോ? ഒരു ദിവസം ഒരു പശുവതാ റോഡ് സൈഡ് കാഷ്ടിക്കുന്നത് കണ്ടപ്പോ നാട്ടിൽ ചർച്ച ഉണ്ടായി. എന്തേ ഇവിടെ കാഷ്ടിക്കുന്നത്? സാധാരണ ഇങ്ങനെ കാഷ്ടിക്കലില്ലല്ലോ, ഇതുവരെ നമ്മൾ കാഷ്ടം കണ്ടിട്ടില്ലല്ലോ. ഒരു പക്ഷേ ബിശ്റുൽ ആഫി തങ്ങൾ മരണപ്പെട്ടുപോയോ? പിന്നെയാണ് അന്വേഷണം നടത്തുമ്പോൾ ബിശ്റുൽ ആഫി തങ്ങളെ വഫാത്തായ വിവരം കേൾക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിക്റിന്റെ ബഹുമാനം ഞാൻ കുറെയല്ല പറയുന്നത്. ഒരു പേരിനെ ബഹുമാനിച്ചത് കൊണ്ട്, ഒരു പേരിനെ ആദരിച്ചത് കൊണ്ട് അല്ലാഹ് കൊടുക്കുന്ന സ്ഥാനം കണ്ടില്ലേ? അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, വലദിക്റുല്ലാഹി അക്ബർ. ലോകത്ത് ദിക്റിനേക്കാൾ വലിയത് ഒന്നുമില്ല. ദിക്ർ ചൊല്ലുന്ന വീട്ടിൽ അപകടമുണ്ടാവൂല, ദിക്ർ ചൊല്ലുന്ന വീട്ടിൽ വാഹനം അപകടമുണ്ടാവൂല, ദിക്ർ ചൊല്ലുന്നവന്റെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല. അതല്ലേ നമ്മളൊക്കെ ആദത് പരിപാടിയിൽ ചെല്ലുന്ന ദിക്റുകളൊക്കെ യജമാനനായ റബ്ബിനെ ഓർക്കലല്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, വീട്ടിൽ നിന്ന് സുഖമായി ഇറങ്ങിപ്പോകുന്നുണ്ട് നല്ല നല്ല യുവാക്കള്, സുബ്ഹാനല്ലാഹ്. മടമ്പിന്റെ ചുവപ്പ് മാറാത്ത മക്കളി വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് മയ്യത്തല്ലേ. കാരണം എന്ത്? കൈയില്ലാത്ത, കണ്ണില്ലാത്ത, പരിചയം കിട്ടാത്ത പലതരത്തിലുള്ള മയ്യത്തുകളാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടത്തേക്കാളങ്ങ് വെച്ചുകൊണ്ട് നീ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇന്ന് നമ്മളെ ചെറുപ്പക്കാർക്ക് പറയാൻ സമയമില്ല, മറന്നുപോയില്ലേ?
ദിക്ർ അങ്ങ് ചൊല്ലി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഫീ സിമ്മത്തില്ലാ, നിനക്ക് അപകടമില്ല, നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മുഅ്മിനീങ്ങളെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് വലദിക്റുല്ലാഹി അക്ബർ, ലോകത്തെ ദിക്റിനേക്കാൾ വലിയത് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കൈനത്തര നമ്മളെ ജീവിതത്തിൽ ദിക്റുകൾ ചൊല്ലണം, ദിക്റുകളുമായി ബന്ധപ്പെടണം. അതാണ് മഹാന്മാർ പറഞ്ഞത് അനാമിദുൻ അനദാകിറുൻ അനശാകിറുൻ അനജായിയുൻ അനജായിയുൻ അന. മഹാന്മാർ പറഞ്ഞത് നമ്മളെ പണി എന്താണറിയോ? നമ്മൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ നമ്മളെ ദിക്ർ ചൊല്ലുക, അല്ലാഹുവിനെ നന്ദി ചെയ്യുക. ഇതാണ് നമ്മളെ പരിപാടി. അത് മാത്രമല്ല, നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് വസ്ത്രങ്ങൾ വേണം, നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം വേണം. ഈ 6 കാര്യങ്ങൾ. എന്നിട്ട് മഹാന്മാർ പറയുന്നു മഹാന്മാര് പറഞ്ഞില്ലേ, ഈ 6 കാര്യങ്ങളിൽ 3 കാര്യം എനിക്ക് ബന്ധപ്പെട്ടതാണ്. ഞാൻ ചെയ്യേണ്ടത് നിന്നെ സ്തുതിക്കണം, ഞാൻ ചെയ്യേണ്ടത് നിനക്ക് ദിക്ർ ചൊല്ലണം, ഞാൻ ചെയ്യേണ്ടത് നിനക്ക് ശുക്ർ നന്ദി ചെയ്യണം. പക്ഷേ ഞാന്റെ വിശപ്പ്, ഞാൻ ദാഹിക്കല്, എനിക്ക് വസ്ത്രമില്ലാത്തത്, ഈ 3 കാര്യം നിനക്ക് വിട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണറിയോ? എനിക്ക് ജോലിയില്ല, എനിക്ക് കച്ചവടമില്ല, എനിക്ക് ബിസിനസ് ഇല്ല, എനിക്ക് ഏർപ്പാടില്ല, എന്റെ കൃഷിയിൽ ബർക്കത്തില്ല. ഇതിനെപ്പറ്റി നീ ചിന്തിക്കണ്ട. നിന്റെ പരിപാടി ഒന്ന് സുബഹിക്ക് എണീച്ചു മോനെ കുറച്ച് അല്ലാഹുവിനെ സ്തുതിക്കുക, കുറച്ച് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക, അല്ലാഹുവിനെ നന്ദി ചെയ്യുക. ഇത് നീ പാലിക്കുമ്പോ നിന്റെ ഡ്രസ് അല്ലാഹു റെഡിയാക്കുന്നുണ്ട്, നിന്റെ ഭക്ഷണം അല്ലാഹു റെഡിയാക്കുന്നുണ്ട്, നിനക്ക് വെള്ളം അല്ലാഹു റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ജീവിതത്തിൽ കൂടുതൽ ദിക്റുകൾ ചൊല്ലണം, ദാക്കിരീങ്ങളായി മാറണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പെരുത്ത് ദിക്ർ ചൊല്ലുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദിക്റുകൾ ചൊല്ലണം. ലോകത്ത് ദിക്റിനേക്കാൾ വലിയ